കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കുറേ ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു. ഓരോ തവണയും പ്ലാൻ ചെയ്യും, ഡേറ്റ് ഫിക്സ് ചെയ്യും, പിന്നെ ഓരോ അസൗകര്യം കാരണം മാറ്റി വെക്കും. എന്നിട്ട് പിന്നെ പൊതുവേ നമ്മുടെ എല്ലാം പ്ലാനിങ് പോലെ തന്നെ സ്ഥിരം പ്ലാൻ ചെയ്ത ഡേറ്റ് ഒന്നും നടന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിച്ചു അങ്ങ് കൂടി. ഗ്രില്ലടിക്കാനാട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്നത്തെ കാലാവസ്ഥ പണി തരുമെന്നൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും ഒന്നും നോക്കില്ല, രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മസാലയൊക്കെ പുരട്ടി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേ. ഏതാണ്ട് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. കസിൻസിന്റെ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രില്ലടിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കൊക്കെ തുടങ്ങി. എല്ലാവരും പുറത്തേക്ക് വന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ മുറ്റത്തൂടെ വെള്ളമൊക്കെ ഒഴുകുവാണ്. ഈ വെള്ളത്തിന്റെ ഒരു കരയ്ക്ക് വെച്ചിട്ടോ ഗ്രില്ലടിക്കുന്നത്. പിന്നെ ഗ്രില്ലടിക്കാൻ വേണ്ടി ഒരു സാധനം കൊച്ചൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഇരുമ്പിന്റെ പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നിലത്ത് തീ കത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. പെട്ടിക്കകത്ത് തന്നെ തീ ഇട്ടിട്ട് മേളിൽ ഗ്രില്ല് വെച്ച് സെറ്റാക്കിയാൽ മതി. കുറച്ച് ചാർക്കോൾ നമ്മുടെ ഉണ്ടായിരുന്നു. ആ ഉള്ള ചാർക്കോൾ വിട്ട് ബാക്കി കുറച്ച് ചിരട്ട ഇരുന്ന് എല്ലാം കൂടെ എടുത്തിട്ടൊന്ന് കത്തിച്ചു. ഏകദേശം ഒരു മണിക്കൂർ എടുത്തു കേട്ടോ ഫുള്ളൊന്ന് സെറ്റായി ഒന്ന് കനലായിട്ട് വരാനേ. യായു അമ്മണി ഇവിടെ കൂടെ ബബിൾസ് ഒക്കെ ഊതി വെള്ളത്തിൽ നിന്ന് കളിയും ബഹളമൊക്കെ ആയിരുന്നു. ചെറിയൊരു ജലദോഷക്കോളൊക്കെ യായുനുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കേൾക്കുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ അമ്മ എടുത്ത് യായുനൊന്ന് കരക്ക് കയറ്റിയെടുത്തപ്പോൾ യായു ഒറ്റ കരച്ചില്ല. കനലാക്കാനുള്ള ചിരട്ടയൊക്കെ നല്ല കത്തി വന്നപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നേ. ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കില്ല കേട്ടോ. മേടിക്കാൻ മറന്നുപോയ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കൊച്ചന്റെ കട ഇവിടെ എടുത്താണ്ട് കൊച്ചന്റെ കടയിൽ തന്നെ പോയി മേടിക്കാൻ. അപ്പൊ അമ്മൂനൊരു ആഗ്രഹം, അമ്മൂന് നൈറ്റ് റൈഡ് പോകണമെന്ന്. അമ്മ വണ്ടി ഓടിച്ചോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഷീക്ക് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചേച്ചി, ഞാൻ ചേച്ചിയുടെ പുറകെ കയറാം. പിന്നെ രണ്ടുപേരും കൂടെ നേരെ കൊച്ചന്റെ കടയിൽ പോയി കേട്ടോ. ഞങ്ങൾ വീണ്ടും കനലിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. എന്ത് ചെയ്താൽ ഈ ചിരട്ട കത്തി തീരണ്ടേ, ഇതൊന്ന് കനലായി വരണ്ടേ. അപ്പോഴത്തേക്ക് നമ്മുടെ റൈഡർ കിഡോസ് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ടാറ്റ കാണിക്കുന്ന എന്റെ ഒരു ഫ്രണ്ടാണ്. ഇതുവഴി പോയപ്പോൾ വെറുതെ എന്നെ കാണാൻ വേണ്ടി കയറിയതാ. എങ്കിൽ പിന്നെ ഗ്രിൽഡ് ചിക്കൻ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് പിടിച്ചു. അതുവരെ തോർന്നു നിന്ന മഴ അതിന്റെ പൂർവാധികം ശക്തിയോടെ പെയ്തു. പിന്നെ നല്ല ചൂടായി പഴുത്തിരിക്കുന്ന ആ സാധനം ഞങ്ങളുടെ അടുത്ത് പോർച്ചിലേക്ക് വെച്ചു. അകത്ത് അമ്മും പൊന്നായി എല്ലാം കൂടെ മയണൈസ് പ്രിപ്പറേഷനിലായിരുന്നു. സോഷ്യൽ ആങ്സൈറ്റിയുടെ എന്തോ അസ്കിതയുള്ള കൊച്ചാന്നാ പറഞ്ഞ കേട്ടോ. അതാ ഈ മുഖം പൊത്തി പിടിച്ച് നിൽക്കുന്നത്. ഭയങ്കര മഴ പെയ്തുകൊണ്ടും ഗ്രില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ടതുകൊണ്ട് ചെറുതായിട്ട് ശ്രദ്ധ ഒന്ന് വിട്ടുപോയെ. അതുകൊണ്ട് ആദ്യത്തെ സെറ്റ് ചിക്കൻ ശകലം ഒന്ന് കരിഞ്ഞു, പുറം മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ. കനൽ വീശി അമ്പാടി എടുത്തപ്പോഴത്തേക്കിനും പിന്നെ അച്ചായ അമ്പാടിനെ ഹെൽപ്പ് ചെയ്യാൻ കൂടിയേ. അങ്ങനെ ആദ്യത്തെ സെറ്റ് ഗ്രില്ലൊക്കെ റെഡി ആയപ്പോഴത്തേക്കിനും എല്ലാവരും അകത്ത് പോയിരുന്ന പയ്യെ ഫുഡിങ് തുടങ്ങി. ആദ്യത്തെ സെറ്റ് റെഡി ആയപ്പോൾ എല്ലാവരും അതിന്റെ പുറകെ പോയി. പിന്നെ സെക്കൻഡ് സെറ്റ് അടിക്കാൻ ആരും ഇല്ലായിരുന്നേ. പിന്നെ ഞാനും അച്ചായും കൂടെ സെക്കൻഡ് ഗ്രില്ലൊക്കെ കയറ്റി എല്ലാം റെഡി ആക്കി കേട്ടോ. രണ്ടാമത്തെല്ലാം ഏകദേശം സെറ്റ് ആയിട്ടോ വന്നത്. അങ്ങനെ നിന്നപ്പോൾ പെട്ടെന്നൊരു ട്വിസ്റ്റ്, കറണ്ട് അങ്ങ് പോയി. ആലോചിച്ച് നോക്കി നമ്മുടെ ഒരു അവസ്ഥ. പുറത്ത് നല്ല മഴ, വെളിയിൽ ഇറങ്ങാനേ പറ്റത്തില്ല. അകത്താണ് സൗകര്യം കുറവ്. നമ്മുടെ പരിപാടി അങ്ങനെ പവർ കട്ട് മഴയെ കൊണ്ടുപോയി ഗൈസ്.